അവലും നേന്ത്രപ്പഴവും ഉപയോഗിച്ച് ഒരു പുട്ടുണ്ടാക്കിയാലോ? അടിപൊളി ഒരു പുട്ടാണിത്. റൈസ് ഫ്ലേക്സ് ബനാന പുട്ട്. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതുണ്ടാക്കാൻ ഞാൻ 2 കപ്പ് അവലെടുത്തു. അതിലേക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്തു. ശർക്കര വേണ്ടിക്ക് ആഡ് ചെയ്യാം, വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. വേണ്ടിക്ക് പഞ്ചസാരയും ആഡ് ചെയ്യാം. മധുരം വേണ്ടിക്കാൻ മാത്രമാണ് ഞാൻ ഇത് ആഡ് ചെയ്തത്. മധുരം വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. ഞാൻ 2-3 സ്പൂണ് ശർക്കരയാണ് ആഡ് ചെയ്തത് 2 കപ്പ് അവിലിന് വേണ്ടി. ഇതിൻ്റെ കൂടെ ഒരു വലിയ നേന്ത്രപ്പഴം എടുത്തു. അത് തൊലി പൊളിച്ച് ചെറുതായി കട്ട് ചെയ്തെടുത്തു. എത്രയും ചെറുതാക്കുന്നു അത്രയും നല്ലത്. ഇനി പുട്ടുണ്ടാക്കണം. അതിന് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാകാൻ വെച്ചു. അത് ആവി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ചിരട്ടയിൽ നമുക്ക് പുട്ടിൻ്റെ മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് പഴം ആഡ് ചെയ്തു. അതിലേക്ക് അവിൽ ആഡ് ചെയ്തു. വീണ്ടും അവിലിട്ട് അതിലേക്ക് ലാസ്റ്റ് പഴം ഇട്ട് കൊടുത്തു. തേങ്ങയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. എൻ്റെ ഇപ്പം തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ആഡ് ചെയ്തിട്ടില്ല. തേങ്ങയും കൂടി ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുമായിരുന്നു. ആവി വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഈ ചിരട്ടപ്പുട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആവി വന്നു. നമ്മുടെ ചിരട്ടപ്പുട്ടെല്ലാം വെന്തു. ഒരു 5 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. പുട്ട് നല്ലോണം കട്ടായി പിടിച്ച് വന്നിട്ടില്ല. അതിന് കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അവിലിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യണമായിരുന്നു. ഞാൻ ഇതിലും വെള്ളം ആഡ് ചെയ്യില്ല. ഞാൻ ലാസ്റ്റ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത പുട്ട് അടിപൊളിയായി വരും. രണ്ടാമത്തെ പുട്ടും ആദ്യം ഉണ്ടാക്കിയപ്പോൾ തന്നെ പഴവും അവിലും ഇട്ട് റെഡിയാക്കി എടുത്തു. ഇത് ഞാൻ നല്ലതായിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. നേരത്തെ പുട്ട് ചെറുങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതങ്ങനെ വരാതിരിക്കണം. ആദ്യത്തെ പുട്ടിൽ വെള്ളം കുറവായിരുന്നു ആഡ് ചെയ്തത്. ഞാൻ ഇതിൽ വെച്ച ശേഷമാണ് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടില്ല. ഇനി ആവി വരാൻ വെയിറ്റ് ചെയ്യാം. ആവി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പുട്ടായിരിക്കും. നോക്കാം. അടിപൊളി പുട്ട്. ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അടിപൊളിയായി വന്നത്. ആദ്യത്തിൽ വെള്ളം ആഡ് ചെയ്തില്ല. അവിലിൽ വെള്ളം ആഡ് ചെയ്യണം കേട്ടോ ഉണ്ടാക്കുമ്പോൾ. ഈ ബനാന റൈസ് ഫ്ലേക്ക് പുട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലൊന്ന് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോസിന് ഷെയർ ചെയ്യുക. താങ്ക് യു.